ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഫ്രഷ് ആയിട്ടുള്ളൊരു ഓറഞ്ച് ജ്യൂസാണ്. നമുക്ക് കയ്പ്പൊന്നും ഇല്ലാതെ വളരെ ടേസ്റ്റി ആയിട്ട് ഓറഞ്ച് ജ്യൂസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 5 ഓറഞ്ചാണ് എടുത്തിരിക്കുന്നത്. അത് മുസാമ്പി പോലെ ഇരിക്കുന്ന ഈ ഓറഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇത് കണ്ട തൊലിയൊക്കെ ഇങ്ങനെ പൊട്ടിച്ചപ്പോൾ തന്നെ കണ്ടില്ലേ, ഇത് സാധാ ഓറഞ്ചാണ്, ജ്യൂസ് ഓറഞ്ചാണിത്. ഇതിൽ പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാര, പിന്നെ കുറച്ച് ഐസ് ക്യൂബ്. ഇത് ഇത്രയും മതിയാകും. ഇനി നമുക്ക് മറ്റൊരു ബൗളിലോട്ട് ഓറഞ്ചൊക്കെ ഒന്ന് തൊലിച്ച് വയ്ക്കാം. ഞാൻ ഓറഞ്ചൊക്കെ തൊലിച്ചെടുത്തിട്ടുണ്ട്. തൊലി മാറ്റിയിട്ടേ ഉള്ളൂ, അതിൻ്റെ കുരുവൊന്നും മാറ്റിയിട്ടില്ല. നമുക്ക് വേഗം അടിച്ച് എടുക്കാൻ വേണ്ടി കയ്പ്പൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ നമുക്ക് വേഗം അടിച്ചെടുത്താൽ മതിയാകും. ഇതിൻ്റെ കുരുവൊന്നും കളഞ്ഞ് സമയം കളയേണ്ട ആവശ്യമില്ല. ഞാൻ ഇതുപോലെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ജ്യൂസാക്കി എടുക്കാം. ഒരു മിക്സിയുടെ ജാർ എടുക്കുക. മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ഓറഞ്ച് അതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. കുരുവൊന്നും മാറ്റിയിട്ടില്ലാത്ത ഓറഞ്ചാണ്. ഓറഞ്ച് മൊത്തവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മധുരത്തിനാവശ്യമായ പഞ്ചസാര, ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒന്നുകിൽ തണുത്ത വെള്ളമാണെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. നമ്മൾ ഫ്രഷ് ആയിട്ടാണ് ജ്യൂസ് അടിക്കുന്നത്. വെള്ളമൊക്കെ കൂടുതലായ അതിൻ്റെ ടേസ്റ്റ് കുറവായിരിക്കും. പിന്നെ അതുകൊണ്ട് ഞാൻ ഇവിടെ ഐസ് ക്യൂബാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ അരഞ്ഞേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ കുരു ഇതിൽ കിടക്കുന്നതുകൊണ്ട് ഒരു കുറച്ചൊന്ന് അടിച്ചെടുത്താൽ മതിയാകും. ഇനി ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനൊന്ന് അരിച്ച് ഞാൻ വേറൊന്നിലാക്കാം. കയ്പില്ലാതെ നമ്മൾ ഫ്രഷായിട്ട് ഓറഞ്ച് ജ്യൂസ് തയ്യാറാക്കി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓണാക്കുകയാണെങ്കിൽ തുടർന്നിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പിന്നെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.